മുഖ്യമന്ത്രി വി ഡി സതീശനെ കടന്നാക്രമിച്ച് മെസ്സി തട്ടിപ്പ് മറയ്ക്കാൻ ട്രീ കട്ടറും സംഘവും ചേർന്ന് വലിയ ഒരു പദ്ധതി തയ്യാറാക്കി. നിരന്തരം വാർത്ത നടത്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായി അതായത് ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു MDMA കടത്ത് കേസിലെ പ്രതിയെ അറിയാം, അവർക്കൊപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് അതിന് മുമ്പ് തൊട്ടേ അദ്ദേഹത്തിന് പരിചയം ഉണ്ടെന്നാണ്. പരിചയം ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ട്രീ കട്ടർ എത്ര കേസിലെ പ്രതിയായിരുന്നു ഈ അതെ. എന്നിട്ട് അവന്മാർ വന്നിരുന്ന ഡയലോഗ് അടിക്കലും ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നതിനകത്ത് യാതൊരു എന്താ പറയുന്നത് ന്യായീകരണമോ നീതീകരണമോ ഇല്ല. അല്ല, അന്തംവിട്ട പ്രതി എന്തും ചെയ്യുമെന്ന്. അതെ. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണ്? മെസ്സി വിഷയം മാറ്റണം. മെസ്സി വിഷയം മാറ്റേണ്ടത് ഇവരെക്കാൾ പിണറായി വിജയന്റെ ആവശ്യമാണ്. ഇതിനകത്ത് പിണറായി വിജയന് വ്യക്തമായ പങ്കുണ്ട്. കായിക മന്ത്രി അബ്ദുറഹ്മാനൊന്നും എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അബ്ദുറഹ്മാനോട് പിണറായി പറഞ്ഞു കാണും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. സ്പെയിനിൽ പോയി സർക്കാർ പൈസ എത്ര ലക്ഷം രൂപ കൊടുത്തല്ലോ, സ്പെയിനിൽ പോയി ഒന്ന് കറങ്ങി തരാൻ പറഞ്ഞാണ്. ഇപ്പം സതീശന്റെ എന്താ MDMA കാരൻ സത്യമായിട്ടും എന്താണ് അയാൾ ഈ ഭരണ സ്വാധീനം ഉപയോഗിച്ചു, സത്യമാണ്. അതായത് ഇയാൾ എറണാകുളം തൊട്ട് ഈ പിടിയിലാകുന്ന കാസർഗോഡ് വരെ ഈ MDMA വിതരണം ചെയ്ത് വരികയായിരുന്നു. ഈ വരുന്നിടത്തെല്ലാം പോലീസ് ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ്ങിലെല്ലാം ഇവന്മാർ പിടിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് പറഞ്ഞു ഇവന്റെ ID കാണിച്ചിട്ടാണ്. ID എന്ന് പറഞ്ഞാൽ പേജ് എടുത്ത് കാണിച്ചു. ഇത് നോക്കി ഞാനാ ചെയ്യുന്നത്, അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവൻ ഈ കാസർഗോഡ് ഇല്ലാതെ കയറി ഇവനെ ആദ്യം പിടിച്ചതാണ്. പിടിച്ച് കഴിഞ്ഞ ഉടനെ പോലീസിന് SP മെസ്സേജ് ചെയ്യുന്നു, ഇന്ന വണ്ടി പിടിച്ചോ, അവന്മാർ ഇന്ന സാധനം ഉണ്ടെന്ന്. അവനെ പിടിച്ചു. അപ്പം തന്നെ അവനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡും ചെയ്തു. സതീശന്റെ ആളായിരുന്നെങ്കിൽ ആ പിടിക്കത്തുമില്ലായിരുന്നു, അവൻ അതിലൂടെ ഇറങ്ങി പോവുകയും ചെയ്യുമായിരുന്നു. അല്ലേ? മാത്രമല്ല പിണറായിയുടെ ആളായിരുന്നെങ്കിൽ, അതെ, പിണറായിയുടെ കാലത്തായിരുന്നെങ്കിൽ സുഖം ഇറങ്ങി പോകുമായിരുന്നു. പിടിച്ച ഈ പോലീസുകാരൻ കേരളം മുഴുവൻ ട്രാൻസ്ഫർ ഓടേണ്ടി പെണ്ണ് കേസിലും പെടുത്തിയ ഉറപ്പായിട്ടും വന്നേനെ. അത് അങ്ങനെ സംഭവിക്കുള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സതീശനുമായിട്ട് അയാൾക്ക് വ്യക്തിഗത ബന്ധം മുൻകാലത്ത് ഉണ്ടെന്ന് തന്നെ കരുതിക്കൊള്ളുക. അങ്ങനെയുള്ള ഒരുത്തനെ പിടിച്ച് അകത്തിട്ടു എന്ന് മാത്രമല്ല, അവൻ്റെ അസ്ഥിവാരം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരും പോലീസും ചേർന്ന്. അതെ, വിദേശ ബന്ധങ്ങൾ, ഇവൻ്റെ വിദേശ ബന്ധങ്ങൾ, ഇവൻ പിണറായി വിജയൻ്റെ കാലത്ത് കടത്തിയ ഇതിൻ്റെ കണക്കുകൾ, സതീശനൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കേരള പോലീസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ സതീശൻ ഇന്നലെ അയാൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, മുഖ്യമന്ത്രി കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. ഇയാൾ MDMA കച്ചവടക്കാരനാണെന്ന് എനിക്കറിയില്ല. അയാൾ നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തകൻ, ആ ഒരു ബന്ധം അയാളുമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അയാൾ ഒരുപാട് തവണ എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് വിളിക്കുന്നത് നവകേരള സദസ്സിലെ യാത്രയുടെ സമയത്ത്. അപ്പോൾ ഇവർ പറയുന്നത് അതിനു മുമ്പ് ഇദ്ദേഹത്തുമായിട്ട് ബന്ധമുണ്ട്. അതിന് കുറേ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ചിത്രങ്ങൾ ശരിയായിരിക്കാം, ഒരുപക്ഷെ. എന്താണെങ്കിലും വി ഡി സതീശൻ സമ്മതിച്ചില്ലേ, തനിക്ക് ഇന്ന വ്യക്തിയുമായി ബന്ധമുണ്ട്, തനിക്ക് അയാളെ അറിയാവുന്നതാണ്, അടുത്തറിയാവുന്ന ആളാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അടുത്തറിയാവുന്ന. അതെ. അപ്പോൾ സതീശൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ പറയുന്നത് ഇതിനു മുമ്പ് സതീശന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിക്കോട്ടെ, എന്നെ സതീശൻ എന്നെ MDMA മേടിക്കുന്നുണ്ടോ ഇയാളുടെ കയ്യിൽ നിന്ന്? ഒന്നുമില്ലല്ലോ. മാത്രമല്ല പൊതുരംഗത്ത് നിൽക്കുന്ന ആൾ എവിടെ ചെന്നാലും കുറെ പേരും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യും. ഉറപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെ, പിണറായി പോലെ ഇതിന്റെ വീട്ടിൽ പോയി ചോരടാന്ന് ആരും പറയില്ല. മര്യാദയ്ക്ക് പെരുമാറുന്നതുകൊണ്ട് സതീശൻ ഫോട്ടോ എടുക്കാൻ ഒരാൾ വന്നാൽ സെൽഫി എടുക്കാൻ നിന്നോടുക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ പലരും വരുന്നവർ സെൽഫി എടുക്കുന്നുണ്ട്. അല്ല, പിണറായി ചിരിക്കേണ്ട അടുത്ത് സ്വപ്ന സുരേഷിന്റെ അടുത്ത് ചിരിച്ച് കളിച്ച് തടി അങ്ങ് കൂടിപ്പോയല്ലോ എന്നൊക്കെ കളി പറഞ്ഞ ആളാണ്, മനസ്സിലായോ? അപ്പൊ സ്വപ്ന സുരേഷ് വലിയ തട്ടിപ്പുകാരിയായിരുന്നു. അപ്പോൾ അന്ന് പിണറായി വിജയനെ വൈറ്റ് വാഷ് അടിക്കാൻ സഹാക്കന്മാരിറങ്ങിയ എന്താണ്, ഇങ്ങനെ പലരും വന്ന് പലരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. സ്വപ്ന സുരേഷ് അടുത്ത് ചേർന്നാണ് നിൽക്കുന്നത്, ഒരുപാട് അടുപ്പമുള്ള പോലെ അടുത്ത് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ലേ വരുന്നത്? കുടുംബ സുഹൃത്തല്ലേ? ഇതിപ്പോൾ സതീശൻ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഏതായാലും MDMA കച്ചവടത്തിന് ഇവനെ നിയോഗിച്ചിട്ടില്ലല്ലോ. കാരണം അന്നത്തെ കച്ചവടത്തിന്റെ കുത്തക മുഴുവൻ ഇവിടുത്തെ CPM-കാർക്കായിരുന്നു. ഇപ്പോഴും അതെ, പിടിയിലായവരെല്ലാം അത് തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാർ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എനിക്കൊന്നും DFIക്കാരൻ ഞെട്ടിപ്പിച്ചൊരു കാര്യം, നമ്മുടെ കച്ചവടത്തിൽ കോൺഗ്രസ്സുകാരൊന്നും നുഴഞ്ഞു കയറി എന്നുള്ളതാണ്. അതൊരു ഭീഷണിയാണല്ലോ എന്ന് തോന്നിക്കാണും. ഇപ്പൊ എന്തായാലും ഇയാളുടെ അന്താരാഷ്ട്ര ബന്ധം, ഇവൻ ഒരുപാട് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ മാത്രമല്ല അവൻ ഈ സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി ഒരുപാട് മുദ്രാവാക്യം വിളിക്കുക, ചിന്താവധി വിളിക്കുകയൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരാളെ പിടിക്കുമ്പോൾ അയാളെ രക്ഷപ്പെടുത്താതെ അയാളുടെ അന്താരാഷ്ട്ര വേരുകൾ, ലഹരി മാഫിയയുടെ വേരുകൾ കണ്ടെത്തിയത് ഇല്ലായ്മ ചെയ്യാനാണിപ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സതീശനെ താറടിക്കുക, അല്ലെ സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ
റിപ്പോർട്ടർ ചാനലിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. റിപ്പോർട്ടർ ചാനലിനൊപ്പം 3 ചാനൽ കൈകോർത്തിട്ടുണ്ട്. ഒന്ന് ബിഗ് ടിവിയും, ഒന്ന് ഈ ന്യൂസ് മലയാളവും, പിന്നെ കൈരളിയെ നമ്മൾ കൂട്ടണ്ട, അത് അങ്ങനെ നിൽക്കുകയുള്ളൂ. അതെ. പക്ഷേ ഈ പറയുന്ന ഈ ബാക്കി 3 ചാനലുകാരോടും ചോദിക്കാനുള്ളത്, എന്തെങ്കിലും ഒരു മാന്യതയോ ധാർമ്മികതയോ നിങ്ങൾക്കുണ്ട്? അതില്ലല്ലോ. നിങ്ങൾ ഈ ട്രീ കട്ടർ എന്ന് പറയുന്ന പെരുങ്കള്ളനെ ന്യായീകരിക്കാൻ രംഗത്താണ്. ട്രീ കട്ടറിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിറങ്ങി ഓടിയാണല്ലോ ബിഗ് ടിവിയിലുള്ളത്. അതെ, സ്വാഭാവികം. നിങ്ങൾ ആരെങ്കിലും, അതൊരു കാട്ടുകള്ളൻ. 19 കേസാണ് യുവമാർക്കെതിരെയുള്ളത്. ഈ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചപ്പോൾ യുവമാർ ആൻഡോ സഹോദരന്മാർ, പിന്നെ എന്താ പറയുന്നത്, അഗസ്റ്റിൻ സഹോദരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? തട്ടിപ്പാണ്. അതാണ്, ഓരോ സഹോദരന്മാർക്കും ഓരോ നിയോഗമുണ്ട്. റൈറ്റ് സഹോദരന്മാർ അവർ വിമാനം കണ്ടുപിടിച്ചു. ഈ സഹോദരന്മാരിവിടെ ഇപ്പം സഹോദരന്മാരുണ്ടായിരുന്നു ക്രിക്കറ്റിൽ, മാർക്ക് വോയും സ്റ്റീവ് വോയും, ഓസ്ട്രേലിയയുടെ എക്കാലത്ത് അമൃതരാജ് സഹോദരന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. യുവമാര് സഹോദരന്മാരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നാടിന് ഗുണമുള്ളത് കണ്ടുപിടിച്ചപ്പോൾ യുവമാര് നാടിനെ കുട്ടിച്ചോറാക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും പുതുതായിട്ട് കണ്ടുപിടിച്ചു. എന്തിനും മെസ്സിയെ വരെ വെച്ച് തട്ടിപ്പ് നടത്തി, മെസ്സി പോലും അറിയാതെ. അതാണ് എന്താണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ, മെസ്സി വിവാദം മായ്ക്കണം. മെസ്സി വിവാദത്തിൽ നിന്ന് കേരളം പിന്നെ മാറി ചിന്തിക്കണം. അതിനുവേണ്ടി ഇന്ന് രാവിലെ തൊട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിന് പറയാൻ ഒന്നായി സതീശൻ പറഞ്ഞ കള്ളമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കാർക്ക് ഒരു കുഴപ്പവും ഇല്ല. ആരെങ്കിലും പറഞ്ഞു സതീശൻ MDMA കച്ചവടമാണെന്ന്? ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ ചുമ്മാ വ്രതാ വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ 3-4 ചാനലുകൾ. ഇവിടെ കൃത്യമായിട്ട് ഇവിടുത്തെ ദിനപത്രങ്ങളും മറ്റ് ചാനലുകളും, അതായത് പിന്നെ പരമ്പരാഗതമായിട്ട് ഉള്ള ചാനലുകളും ദിനപത്രങ്ങളും കൃത്യമായ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ ഈ വൈറ്റ് വാഷ് അടിക്കാൻ ശ്രമിക്കുന്നത് ഈ അഗസ്റ്റിൻ സഹോദരന്മാരെയാണ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ആരാണ്, എന്താണ്? നമ്മുടെ പഴയ MP ബഷീർ ഉണ്ടല്ലോ, MP ബഷീർ, ഇവന്മാര് റിപ്പോർട്ടർ പിടിച്ചത് എങ്ങനെയാണെന്നൊരു കഥ MP ബഷീർ എഴുതിയിട്ടുണ്ട്. എഴുതിയത് 2023 അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതി. നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും എടുത്ത് അത് കൊടുത്തിരുന്നു. അതായത് നികേഷ് കുമാർ ഒറ്റയ്ക്ക് തുടങ്ങിയ ചാനലാണ് റിപ്പോർട്ടർ. അയാളുടെ ഉടമസ്ഥതയിൽ തന്നെ തുടങ്ങിയാണ്. കോടിക്കണക്കിന് രൂപ അദ്ദേഹം പലരെയും സമാഹരിച്ച് കടക്കണിയിലായി. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ ഏതോ ഒരു സിനിമയിൽ ബിജു മേനോൻ്റെ ഒരു ചാനലുണ്ട്, അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് വന്ന് കിടക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോഴാണ് MP ബഷീറിനെ അദ്ദേഹം അത്യാവശ്യം പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞ് MP ബഷീറിനോട് പറയുന്നു, നിങ്ങൾ കുറച്ചാൾ ഇവിടെ നിന്ന് ജോലി ചെയ്യണം, എനിക്കിവിടെ വലിയ ബുദ്ധിമുട്ടിലാണ്, ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവി ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ സ്ഥാപനം നിയന്ത്രിക്കുന്നത് യവന്മാരാണ്, അഗസ്റ്റിൻ. കാരണം നികേഷ് കുമാർ യുവമാരുടെ കയ്യിൽ നിന്ന് പൈസ കടമാഞ്ചിട്ടുണ്ട്. എന്നിട്ട് നികേഷ് പറയാണ്, എത്രയും തങ്കപ്പെട്ട മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. MP ബഷീറിന് അവിടെ ചെന്നപ്പോഴേ കാര്യം മനസ്സിലായി. യുവമാരുടെ പരിപാടി നാട്ടിലുള്ള മുതലാളിമാരുടെ നിന്നെല്ലാം കാശ് മേടിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പിന്നെ കോതമംഗലത്ത് കോവിഡ് കാലത്ത് ഒരു കാറേ വന്ന് അഭ്യാസം കാണിച്ച ഒരു മുതലാളി ഉണ്ടായിരുന്നു. ആ മുതലാളിയുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ മേടിച്ചാൽ അവന് വേണ്ടി ഒരു സ്റ്റോറിയും കൊണ്ട് വന്നു, ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി കൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവന്മാർ വേറെ വഴി കൂടെ ആ സ്റ്റോറി കയറ്റി വിട്ടു. പൈസ കിട്ടിയാൽ പോരെ എന്തായാലും. അങ്ങനെ ഇത്തിൽക്കണ്ണി പോലെ ഒരു സൈഡിൽ കൂടെ വന്ന് കടം കൊടുത്ത് വന്ന് അവസാനം ഇവന്മാർ റിപ്പോർട്ടർ ചാനൽ അങ്ങ് സ്വന്തമാക്കിയിട്ട് ഇവന്മാരത് കയറി നിന്നുകൊണ്ട് തട്ടിപ്പും വെട്ടി കോട്ടിട്ടുകൊണ്ട് വന്ന് തട്ടിപ്പ് തന്നെ നടത്താൻ തുടങ്ങി. എന്തിനു പറയുന്നു, യുവമാരെ കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ വാർത്ത കൊടുത്ത മൊട്ട അരുണിനെ കൊണ്ടുവന്ന് അവന്മാരെ കാല് പിടിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആൻഡോ സാർ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഒരു കാട്ടുകള്ളന്റെ പുറകെ സാർ എന്നും പറഞ്ഞ് നടക്കുകയാണ്. ആൻഡോ സാർ വിളിക്കുകയാണ്. ഏതായാലും മൊട്ടയരുൺ ഇയാളെ സാറെന്ന് വിളിച്ച് കേട്ടിട്ടില്ല. അത് വലിയ ഉപകാരം. തിരിച്ച് അരുണിനെയാണ് സാറെന്ന് വിളിക്കുന്നത്. അതാണ് അവിടെയാണ് ഈ അരുണൂടെ ഉള്ളു ഇനി അയാളെ സാറെന്ന് ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവരുടെ ലക്ഷ്യം VD സതീശനെ കടന്നാക്രമിക്കുന്നതിലൂടെ ഇവരുടെ മെസ്സി വിവാദം തണുക്കണമെന്നാണ്. വെറുതെയാണ്. VD സതീശൻ്റെ പിന്നെ മെസ്സി വിവാദം മാത്രമല്ല വരാൻ പോകുന്നത്, ഇതിന് പുറകെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം അഗസ്റ്റിനും മൊട്ടയും ഒക്കെ അകത്ത് പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കളിയാണ്. എന്നിട്ട് മാധ്യമ സ്വാതന്ത്ര്യം പോയെന്നും പറഞ്ഞ് കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം എങ്ങും പോയിട്ടില്ല. മാധ്യമ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതെ, VD സതീശൻ അറിയാം എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങും. CBI അന്വേഷണമെങ്കിൽ CBI അന്വേഷണം, വിജിലൻസ് അന്വേഷണമെങ്കിൽ അത്. എന്താണെങ്കിലും ഇവർ മെസ്സിയുടെ പേരിൽ നടത്തിയ ഉഡായിപ്പുകൾ,
മുഴുവൻ ഉടൻ തന്നെ പുറത്ത് രംഗത്ത് വരും. വെറുതെ സതീശനെ തോണ്ടാൻ പോകണ്ട. സതീശൻ അവിടെ ന്യായമാണ്. അയാളുടെ ഇമേജ് ഏറ്റവും ഭംഗിയായിട്ട് നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വഴി കൂടെ അന്വേഷണം നീങ്ങുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ഇനിയും ശക്തമാകും. കോൺഗ്രസ്സുകാരാണേലും CPM-കാരാണേലും BJP-കാരാണേലും അവർ പിടിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. സതീശൻ അയാളുടെ ഇമേജാണ് ഏറ്റവും മുഖ്യമായിട്ട് ഉള്ളത്. നിങ്ങളത് എത്ര കടന്ന് തകർക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. നിലനിർത്താൻ സതീശൻ നന്നായിട്ട് അറിയുകയും ചെയ്യും.